ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ രോഗസൗഖ്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ വീണ്ടും അതിനോടുള്ള ബന്ധത്തിൽ അല്പം കൂടി ചിന്തിക്കുമ്പോൾ, അഥവാ അതിന് ഒരു ഗ്രീക്ക് വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത് അയാമാട്രോൺ എന്ന ഒരു വാക്കാണ്. അത് ഫിസിക്കൽ ഹീലിംഗിനെ കാണിക്കുന്നതാണ്, ശാരീരിക സൗഖ്യത്തെ. എന്നാൽ സുവിശേഷങ്ങളിൽ യേശു കർത്താവ് പലപ്പോഴും ഉപയോഗിച്ച വാക്ക് സോസോ എന്നൊരു ഗ്രീക്ക് വാക്കാണ്. രക്ഷിക്കുക, ടു സേവ്, ടു മേക്ക് വെൽ, അതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. ശരീരത്തിലെ ഒരവയവത്തിന്റെ സൗഖ്യമായിട്ടല്ല, പൂർണ്ണ ആളത്വത്തിലെ സൗഖ്യമായിട്ടാണ് ആ സോസോ എന്ന ആ ഗ്രീക്ക് വാക്ക് പലപ്പോഴും പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് പലയിടങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25 മുതൽ 12 വരെ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25 മുതൽ ഏതാണ്ട് 12 വർഷമായി രക്തസ്രാവം പിടിച്ച, വളരെ ചികിത്സിച്ചവളുടെ പണമെല്ലാം പല വൈദ്യന്മാർക്കും കൊടുത്ത് വളരെ ഭാരപ്പെട്ടിരുന്ന ആ സ്ത്രീയോട് കർത്താവ് പറയുമ്പോൾ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് സോസോ എന്നതാണ്. യുവർ ഫെയ്ത്ത് ഹാസ് മേഡ് യു വെൽ എന്ന അർത്ഥത്തിലാണ്. എന്നിട്ട് കർത്താവ് അവളോട് പറയുകയാണ്, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്നാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞിരിക്കുന്നതാകുന്ന ആ സമാധാനം എബ്രായ വാക്കിലെ ഷാലോം എന്നതായ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം സമ്പൂർണത, ഓൾനെസ്, കംപ്ലീറ്റ്നെസ്, ജീവിതത്തിന്റെ ആകമാനമായ ക്ഷേമവും സമൃദ്ധിയും പൂർണ്ണതയുമാണ് ഷാലോം അർത്ഥമാക്കുന്നത്. അങ്ങനെ ഒരു ശാരീരിക സൗഖ്യം മാത്രമായിട്ടല്ല കർത്താവ് ജനത്തെ വിടുവിച്ചത്, അഥവാ ടു സേവ്, കംപ്ലീറ്റ്, രക്ഷിക്കുക എന്ന ആ അനുഭവത്തിലാണ് കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അനേകരെ സൗഖ്യമാക്കിയപ്പോൾ ചെയ്തിട്ടുള്ളതായ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ശരീരത്തിന്റെ സൗഖ്യം നമുക്കൊരു പക്ഷെങ്കില് ലോകത്തിലും പലയിടങ്ങളിൽ നിന്നും പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും. ഹോസ്പിറ്റലിൽ പോയാൽ നടക്കും, മറ്റ് പല നിലകളിലൊക്കെ ചിലപ്പോഴെല്ലാം ശാരീരിക സൗഖ്യം നമുക്കുണ്ടാകും. എന്നാൽ ആത്യന്തികമായി ആത്മീക സൗഖ്യം അല്ലെങ്കിൽ രക്ഷ എന്നുള്ള, നേരത്തെ പറഞ്ഞതുപോലെ സോസോ, ആ രക്ഷ പൂർണ്ണമായി നമുക്ക് പ്രാപിപ്പാനായിട്ട് കഴിയണമെങ്കിൽ ആത്മാവിനുണ്ടാകേണ്ടുന്നതായ സൗഖ്യം കൂടിയാണ്. മനുഷ്യന്റെ ആത്മാവിന് സൗഖ്യം ഉണ്ടാകണം. അവന്റെ ആത്മാവിലെ കേടുപാടുകൾ മാറണം, അവന്റെ ആത്മാവിലെ പാപം മാറണം. എങ്കിൽ മാത്രമേ അവന് പൂർണ്ണമായ രക്ഷ പ്രാപിപ്പാനായിട്ട് കഴിയുള്ളൂ. യേശു സൗഖ്യമാക്കിയവർ തന്നെ പിന്നീട് അവരെല്ലാം മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ആ പലരും പിന്നീട് അവരെ നിത്യതയ്ക്കായിട്ട് കർത്താവ് ഒരുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ യേശു കർത്താവ് സൗഖ്യമാക്കിയാൽ പോലും പിന്നീട് ഒരു മരണമുണ്ട് എന്നുള്ളത് വളരെ സുനിശ്ചിതമാണ്. എന്നാൽ ആത്മാവിന്റെ നിത്യരക്ഷ, അതാണ് നമുക്ക് അവകാശമാക്കി എടുക്കേണ്ടത് എന്നുള്ളത് നാം മറന്നു പോകരുത്. അത് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് വരുന്നത് പോലെ ആത്മാവിലുള്ളതാകുന്ന വിടുതലാണ് അവിടെ നടക്കേണ്ടുന്നത് എന്നതാണ് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടിയാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്, മുഴുവൻ ലോകത്തിനും രക്ഷ നൽകുവാൻ, അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ, അവരെ നിത്യതയ്ക്ക് ഓഹരിക്കാരാക്കി മാറ്റുവാൻ. അത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ പ്രായശ്ചിത്ത രക്തത്തിലൂടെ മാത്രമാണ് അത് സാധിക്കുകയുള്ളൂ
എന്നുള്ളതാണ് തിരുവചനം ശക്തമായി നമ്മളോട് എക്കാലവും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ആ ആത്മാവിന്റെ ആ വരങ്ങൾ നാം പ്രാപിക്കുമ്പോൾ തന്നെ ആ നിത്യരക്ഷ ഉറപ്പാക്കി കൂടി നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയട്ടെ. അതിനായി വീണ്ടും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. തിരുമേനിയറുക്കപ്പെട്ടു നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാ. നിൻ തിരുമേനിയറുക്കപ്പെട്ടു നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാ. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട്. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട്. ആപത്തിനദിനതയിൽ നിന്നീ അടിയാരെ നീ വിടുവിച്ചു. പാപത്തിനദിനതയിൽ നിന്നീ അടിയാരെ നീ വിടുവിച്ചു. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോട് രാജ്യത്തിലാക്കിയതാ. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോട് രാജ്യത്തിലാക്കിയതാ. വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും നാം. വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും നാം. ആയവനരുളിയ രക്ഷയിൻ മഹിമയ്ക്ക് കിരീടങ്ങൾ